ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രശസ്തനായ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ദ ടെൽ ടെയിൽ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ കഥയാണ്. അപ്പോൾ നേരെ നമുക്ക് കഥയിലോട്ട് പോകാം. ഒരു പേര് പറയപ്പെടാത്ത അൺനോൺ നരേറ്റർ കഥ വിവരിക്കുകയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഈ നരേറ്ററിൻ്റെ കുറ്റസമ്മതത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്. താൻ ഒരുത്തനെ കൊന്നിരിക്കുന്നു, അതായത് ഒരു വൃദ്ധനായ മനുഷ്യനെ കൊന്നിരിക്കുന്നു. താൻ വൃദ്ധനായ മനുഷ്യനെ കൊന്നത് പണത്തിൻ്റെ പുറത്തുള്ള അത്യാഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് ഭ്രാന്തമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടോ ഒന്നൊന്നുമല്ല. ആ വൃദ്ധനായ മനുഷ്യൻ്റെ വിളറിയ നീല നിറമുള്ള കഴുകൻ സമാനമുള്ള കണ്ണുകളെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന് നരേറ്റർ പറയുകയാണ്. ആ കൊലപാതകം എങ്ങനെ നടന്നുവെന്നും ആ കൊലപാതകം നടക്കാനുണ്ടായ കാരണങ്ങളും സാഹചര്യങ്ങളും എങ്ങനെയാണെന്നും നരേറ്റർ നമുക്ക് മുമ്പിൽ ഇവിടെ വിവരിക്കുകയാണ്. ഏകദേശം 7 ദിവസത്തോളം വൃദ്ധനായ മനുഷ്യൻ ഒരു റൂമിൽ കിടന്നുറങ്ങുകയാണ്. വൃദ്ധനായ മനുഷ്യൻ 7 ദിവസത്തോളം അഗാധമായ ഉറക്കത്തിലാണ്. ഈ 7 ദിവസവും റാന്തൽ വെളിച്ചം തൻ്റെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നരേറ്റർ വൃദ്ധനായ മനുഷ്യൻ്റെ ഡോർ തുറന്നു കൊടുക്കുകയാണ്. 7 ദിവസം ഇങ്ങനെ തുടർന്നു പോന്നെങ്കിലും 8ാമത്തെ ദിവസം നരേറ്റർ ഡോർ തുറക്കുന്നതിനിടയിൽ തൻ്റെ കൈ സ്ലിപ്പായിട്ട് ഒരു ചെറിയ ശബ്ദം പുറത്തു വരുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ആ വൃദ്ധനായ മനുഷ്യൻ തൻ്റെ പരുപരുത്ത സ്വരത്തിൽ ചോദിക്കുകയാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ട് നമ്മുടെ നരേറ്റർ പേടിച്ച് വിറക്കുകയാണ്. പേടിച്ച് വിറച്ചെങ്കിലും ഒരടി പോലും മുന്നോട്ട് വെക്കാതെ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ കുറച്ചു നേരം നരേറ്റർ അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മുടെ നരേറ്റർ റാന്തൽ വിളക്കിന് തീ കൊളുത്തുകയാണ്. അങ്ങനെ റാന്തൽ വിളക്ക് കത്തുകയാണ്. അതിൽ നിന്നുമുള്ള ഒരു നേരിയ പ്രകാശം ഈ വൃദ്ധനായ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് തുളച്ചു കയറുകയാണ്. റാന്തൽ വെളിച്ചം കണ്ണുകളിലേക്ക് തുളച്ചു കയറിയതോടെ വൃദ്ധനായ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് അഥവാ ഹൃദയമിടിപ്പ് ഉയരുകയാണ്. ഈ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടി 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 വരികയാണ്. ഇത് ഉച്ചത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. നരേറ്റർ ആകെ ഭയപ്പെടുകയാണ്. അയൽപക്കത്ത് താമസിക്കുന്ന അയൽപക്കക്കാർ ഈ ശബ്ദം കേൾക്കുമോ എന്ന് പോലും നരേറ്റർ ഭയപ്പെടുന്നു. അത്രത്തോളം ഉച്ചത്തിലായിരുന്നു ആ ഹാർട്ട് ബീറ്റ്. ഇനി യാതൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വൃദ്ധനായ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നരേറ്റർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നരേറ്റർ ആ വൃദ്ധനായ മനുഷ്യനെ ആ റൂമിൻ്റെ ഫ്ലോറിലേക്ക് അഥവാ താഴ്ഭാഗത്തേക്ക് നിലത്തേക്ക് വലിച്ചിടുകയാണ്. അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. നിലത്തേക്ക് വീണ വൃദ്ധനായ മനുഷ്യൻ്റെ മുകളിലേക്ക് നരേറ്റർ അവിടെയുള്ള ബെഡ് വലിച്ചിടുകയാണ്. ബെഡ് തൻ്റെ മുകളിൽ വീണപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് കുറയാൻ തുടങ്ങുകയാണ്. അത് കുറഞ്ഞ് തീരെ ഇല്ലാണ്ടാവുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം നരേറ്റർ ആ ബെഡ് അയാളുടെ ദേഹത്ത് നിന്ന് മാറ്റിക്കൊണ്ട് വൃദ്ധനായ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കുകയാണ്. അതിലൂടെ ആ വൃദ്ധനായ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് നരേറ്റർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നരേറ്റർ ആ വൃദ്ധനായ മനുഷ്യൻ്റെ ബോഡി പല പീസുകളായിട്ട് കട്ട് ചെയ്യുകയും അത് ആ നിലത്ത് തന്നെ ഫ്ലോർ ബോറിനടിയിൽ കുഴിച്ചിടുകയും ചെയ്യുകയാണ്. ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്നതിനുള്ള എല്ലാ തെളിവുകളും അപ്പോൾ തന്നെ നരേറ്റർ ഇല്ലാണ്ടാക്കുകയാണ്, നശിപ്പിക്കുകയാണ്. യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ നരേറ്റർ പെരുമാറുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവിടെ പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുകയാണ്. വളരെ പക്വമായ രീതിയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ വളരെ നാച്ചുറലായിട്ട് ഈ നരേറ്റർ പോലീസുകാർക്ക് മുമ്പിൽ അഭിനയിക്കുകയാണ്. പോലീസുകാർക്കോ യാതൊരു സംശയവും തോന്നുന്നില്ല. നരേറ്ററുടെ അഭിനയം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. നരേറ്റർ പോലീസുകാരെ ഈ ഓൾഡ് മാൻ്റെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെയെല്ലാം പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടെയെല്ലാം പോലീസുകാർ വന്ന് മൊത്തമായി പരതിയെങ്കിലും യാതൊരു തെളിവോ തുഞ്ചമോ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പോലീസുകാർ അവിടെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വൃദ്ധനായ മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഉയരാൻ തുടങ്ങുകയാണ്. ആ ഹൃദയമിടിപ്പ് കേട്ടപാടെ നരേറ്റർ ടെൻഷനാവുകയാണ്. ആ ഹൃദയമിടിപ്പ് കൂടി വരാൻ തുടങ്ങുകയാണ്. പോലീസുകാർ ഉറപ്പായാലും ഈ ഹൃദയമിടിപ്പ് കേട്ട് കാണും. എൻ്റെ എല്ലാ കള്ളികളും രഹസ്യങ്ങളും പൊളിഞ്ഞു, പോലീസുകാർക്കെല്ലാം മനസ്സിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നരേറ്റർ താൻ ചെയ്ത കുറ്റം പോലീസുകാർക്ക് മുമ്പിൽ സമ്മതിക്കുകയാണ്. നരേറ്റർ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും യഥാർത്ഥ രീതിയിൽ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഫ്ലോർ ബോർഡ് പൊളിച്ചു മാറ്റിക്കൊണ്ട് അതെടുത്തു മാറ്റിക്കൊണ്ട് അതിനടിയിൽ നിന്നും ആ ഡെഡ് ബോഡി പോലീസുകാർ കണ്ടെടുക്കുകയും നരേറ്ററെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇതോടെ എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ദ ടെൽ ടെയിൽ ഹാർട്ട് എന്ന് പറയുന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഗൈസ്, കഥ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.